ലാളിത്യത്തിലേക്ക് മടങ്ങുവാനായിട്ടുള്ള ക്ഷണമാണ് ഉപവാസം എന്ന് പറയുന്നത്. അതായത് ദീർഘനാള് ഒരുപാട് ഭക്ഷിച്ചതായ ഒരു പക്ഷി അതിന് പറക്കുവാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ, അത് കുറേ കഴിയുമ്പോൾ ചിറകടിച്ചാലും അതിന് മുകളിലേക്ക് പറക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ കുറേ നാളുകൾ അത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞിട്ട് അത് മുകളിലേക്ക് ചിറകടിച്ച് കയറും. മനുഷ്യൻ ഉപവാസത്തിലൂടെ, നോമ്പിലൂടെ നേടിയെടുക്കേണ്ടത് ഇതാണ്. അവൻ്റെ ആത്മാവിൻ്റെ ഭാരം കുറയ്ക്കണം. ലോകവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരുപാട് ഭാരമുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വയ്ക്കുക എന്ന പൗലോസിൻ്റെ ആധ്യാത്മികത, കഷ്ടതയിൽ തികഞ്ഞു വരുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ബോധ്യം, ആ ബോധ്യങ്ങളിലേക്ക് നടന്നെടുക്കുവാനായിട്ടാണ് ഉപവാസം നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ലോക വസ്ത്രദിനമല്ലേ? 200 ടണ്ണിലധികം മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ 10 ടണ്ണിൽ അധികം വസ്ത്രങ്ങളിലാണ്. ഒരു മനുഷ്യന് എത്രമാത്രം വസ്ത്രങ്ങളാണുള്ളത്? ഞാനിന്ന് പള്ളിയിൽ ഓർപ്പിച്ചതുപോലെ പണ്ടുള്ള മനുഷ്യർക്ക് 2-3 ജോഡി വസ്ത്രങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് പള്ളിയിൽ കൊണ്ടുപോകാനായിട്ടുള്ളതായിരുന്നു. ഇന്ന് ഒരു മനുഷ്യന് തന്നെ എത്രമാത്രം ജോഡി വസ്ത്രങ്ങളാണ്. അനാവശ്യമായിട്ട് നാം അത് കൂട്ടിവെക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ആഡംബരവും മനുഷ്യൻ്റെ അമിത വ്യയവുമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ആത്മീയതയുമായിട്ട് അതെങ്ങനെയാണ് ചേർന്ന് പോകുന്നത്? അതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ കാലങ്ങൾ. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തരായിട്ട് നിലനിൽക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനായിട്ട് മെനക്കെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നീതി ഉണ്ടാകണം, ജീവിതത്തിൽ സത്യമുണ്ടാകണം. എന്നിട്ട് മുന്നോട്ട് തന്നെ അങ്ങ് നടക്കുക. ഒരു നാൾ കാലം നിങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളായിരുന്നു ശരി എന്ന് കാലം വിളിച്ചു പറയും. മനുഷ്യൻ ഇന്ന് ചുറ്റുപാടും നിന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഭാര്യ ഭർത്താവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. മനുഷ്യർ അവർ ആവശ്യമുള്ളത് മാത്രമേ കേൾക്കുകയുള്ളൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ചിന്താഗതിക്ക് അനുസൃതമായത് മാത്രമേ നിങ്ങളെ കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിന് സമയം മെനക്കെടുത്താതെ ഈ ഉപവാസത്തിൻ്റെ നാളുകളിൽ നീതിയോടുകൂടെ ജീവിക്കണം. ആ നീതിയിലാണ് എല്ലാം വെളിപ്പെട്ടു വരുന്നത്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വരിയുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ഈ സന്ധ്യയുടെ ധ്യാനം അവസാനിപ്പിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. വിവേകമില്ലാത്തതായ ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. ആ ലേഖനം എഴുതുമ്പോൾ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന മനുഷ്യരെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ട് അവർ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു? ചെറുതും വലുതുമായ തെരഞ്ഞെടുപ്പുകളുടെ ആകെത്തുകയാണ് ഓരോ ജീവിതവും. നിങ്ങളുടെ മുമ്പിൽ കാലം വെച്ച് നീട്ടുന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ കുലീനതയെ ആശ്രയിച്ചിരിക്കും. ഓരോ ജീവിതത്തിനും ഒരു കുലീനത വേണം. ആ കുലീനതയ്ക്കനുസൃതമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഇന്നലത്തെ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയ മനുഷ്യർ വാവിട്ട് കരയേണ്ടി വരും. ഇന്നത്തെ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകുന്ന മനുഷ്യൻ നാളെ ഇല്ല. നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് മനുഷ്യർ, ഒരുപാട് സമൂഹങ്ങൾ, അവർ ഒന്നുമല്ലാതായി തീർന്നത് തെങ്ങിൻ്റെ പൂക്കുല കല്ലിൽ ആഞ്ഞടിച്ചാൽ എങ്ങനെയിരിക്കും എന്നതുപോലെ സമൂഹങ്ങളും വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ ചിതറിപ്പോകുന്നത് അവരുടെ തിരഞ്ഞെടുപ്പുകളുടെ മേന്മയില്ലാഞ്ഞുകൊണ്ടാണ്. നാം ഇന്ന് ആയിരിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ ആ ഒരു അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, വിവേകമില്ലാത്തതായ ഹൃദയം ഇരുണ്ടുപോയി.
ജ്ഞാനികൾ എന്ന് പറയുന്ന മനുഷ്യരാണ് ഏറ്റവും ഭോഷമായ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിനെയാണ് വിവേകമെന്ന് പറയുന്നത്? വിവേകമെന്ന് പറയുന്നത് കാലം നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുന്നതിൽ നിന്ന് ദൈവത്തിന് യുക്തമായതിനെ തിരഞ്ഞെടുക്കുവാനുള്ള നമ്മുടെ തെളിച്ചമാണ്. കാലം നമ്മുടെ മുന്നിൽ നിരത്തി വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിന് നിരക്കുന്നത് തിരഞ്ഞെടുക്കണം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയെ ഇത് ഉദ്ബോധിപ്പിക്കുമ്പോൾ അപ്പോസ്തലൻ തൻ്റെ ജനത്തോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിവേകമുണ്ടായിരിക്കണം. കാലം നമ്മുടെ മുമ്പിൽ ഒരുപാട് സംഗതികൾ നിരത്തിവെക്കും. അതിൽ നിന്ന് ഒന്ന് മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ശലോമോൻ രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശലോമോൻ രാജാവിനോട് ദൈവം തമ്പുരാൻ ചോദിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത്? ശത്രുസംഹാരമാണോ? കീർത്തിയാണോ? സമ്പത്താണോ? എന്താണ് വേണ്ടത്? ഏത് മനുഷ്യനാണ് സമ്പത്ത് ഇഷ്ടമല്ലാത്തത്? ഏത് മനുഷ്യനാണ് പേരും പ്രശസ്തിയും ആഗ്രഹമില്ലാത്തത്? എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുള്ള സംഗതികളാണ് ശലോമോൻ രാജാവിൻ്റെ മുമ്പാകെ നിരത്തി വയ്ക്കുന്നത്. ആ നിരത്തിവെച്ച കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കുവാൻ ശലോമോന് സാധിക്കത്തുള്ളൂ. ശലോമോൻ രാജാവ് പറയുന്നു, ഈ പെരുപ്പമുള്ള ജാതിയെ വഴി നടത്തുവാൻ തക്കവണ്ണം വിവേകമുള്ള ഹൃദയം എനിക്ക് തരണമേ എന്ന്. ശലോമോൻ രാജാവിൻ്റെ ആ തെരഞ്ഞെടുപ്പിലാണ് ജ്ഞാനിയായ ശലോമോൻ എന്ന് അറിയപ്പെട്ടത്. ശലോമോൻ്റെ കൊട്ടാരത്തിലേക്ക്, രാജസദസ്സിലേക്ക് 2 സ്ത്രീകൾ കടന്നു വന്നിട്ട് ജീവനുള്ള ഒരു കുഞ്ഞിൻ്റെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നു. അപ്പോൾ ശലോമോൻ രാജാവ് ഏറ്റവും കുഴഞ്ഞു മറിഞ്ഞതായ സങ്കീർണമായ ആ സാഹചര്യത്തിൽ വളരെ യുക്തമായും നീതിപൂർവമായും ആ സങ്കീർണതയുടെ ചുരുളഴിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയെ വളരെ ലാഘവത്തോടുകൂടെ മറികടക്കുവാനായിട്ട് ശലോമോൻ രാജാവിന് സാധിക്കുന്നു. ശലോമോൻ പറയുന്നു, ഒരു വാള് കൊണ്ടുവരിക, ഈ കുഞ്ഞിനെ 2ആയിട്ട് മുറിക്കുക, അതിലൊരു പകുതി നീയും മറുപകുതി മറ്റവളും എടുത്തുകൊള്ളുക. ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ പറയുന്നു, അല്ല രാജാവേ, ഈ കുഞ്ഞിനെ മുറിക്കേണ്ട, അത് അവളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അവളുടെ കൂടെ ആ കുഞ്ഞ് വളരട്ടെ എന്ന്. 2 സ്ത്രീകൾ ജീവനുള്ള ഒരു കുഞ്ഞിൻ്റെ മേൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ അന്നത്തെ കാലത്ത് സങ്കീർണമായൊരു പ്രതിസന്ധിയായിരുന്നു അത്. അതിനെ വളരെ ലളിതമായിട്ട് നിർദ്ധാരണം ചെയ്യുവാൻ ശലോമോൻ രാജാവിന് സാധിച്ചത് തൻ്റെ തെരഞ്ഞെടുപ്പുകളുടെ പ്രബലതയിലും ശ്രേഷ്ഠതയിലുമായിരുന്നു. നമ്മുടെയൊക്കെ മുന്നിൽ ശലോമോൻ രാജാവിൻ്റെ മുമ്പാകെ നിരത്തി വെച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിരത്തി വെക്കും. അതിൽ നിന്ന് ദൈവത്തിന് നിരക്കുന്നത് മാത്രമേ നാം തിരഞ്ഞെടുക്കാവൂ. നമ്മുടെ ഇന്നത്തെ തിരഞ്ഞെടുപ്പാണ് നാളത്തെ നമ്മുടെ ജീവിതം. യൗസേപ്പ് പിതാവിനെ സുവിശേഷത്തിൻ്റെ താളുകളിൽ നാം പരിചയപ്പെടുന്നുണ്ട്. ഒന്നും ഉരിയാടാതെ മൗനമായിട്ട് ജീവിച്ച മനുഷ്യൻ. പ്രഭാഷണങ്ങളോ ഗ്രന്ഥങ്ങൾ ചമയ്ക്കുന്നതോ ഒന്നും യൗസേപ്പ് പിതാവിൻ്റെ പേരിലില്ല. പക്ഷേ യൗസേപ്പ് പിതാവ് കാലങ്ങളോളം ഓർക്കപ്പെടുന്ന മനുഷ്യനാണ്. എന്തുകൊണ്ടായിരുന്നു? യൗസേപ്പ് പിതാവിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കുലീനത കൊണ്ടാണ്. താൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നതായ പെൺകുട്ടി ഗർഭവതിയായിട്ട് കാണപ്പെടുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ മുമ്പാകെ 3 സാഹചര്യങ്ങളുണ്ടായിരുന്നു. 3 കാര്യങ്ങളാണ് യൗസേപ്പ് പിതാവിൻ്റെ മുമ്പാകെ നിരത്തി വയ്ക്കപ്പെടുന്നത്. അതിലൊന്നാമത്തേത് മറിയമിനെ നിയമത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു പെൺകുട്ടി നിയമത്തിൻ്റെ മുമ്പാകെ അവളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ടാണ് അവളുടെ വിധി. ഏതൊരു യഹൂദനും ന്യായപ്രമാണത്തെ അനുസരിക്കണം. ന്യായപ്രമാണത്തിൻ്റെ വിധി അനുസരിച്ച് കന്യക ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ്. യൗസേഫും ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവനായിരുന്നതുകൊണ്ട് അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് യൗസേഫ് നിശ്ചയമായും വിട്ടുകൊടുക്കണം. എന്നാൽ യൗസേപ്പ് പിതാവ് ആ വഴി തിരഞ്ഞെടുക്കുന്നില്ല. രണ്ടാമതായിട്ട് യൗസേപ്പ് പിതാവിൻ്റെ മുന്നിലുള്ള സാധ്യത എന്ന് പറയുന്നത്
അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളട്ടെ, നിയമത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ വളരെ സാധുവായ ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുവാൻ തക്കവണ്ണം പെടാപ്പാടുപെടുന്ന യൗസേഫ് പിതാവ്. യൗസേഫിൻ്റെ മുമ്പാകെയുള്ള രണ്ടാമത്തെ വഴി അതായിരുന്നു. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് മറിയമിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. മറിയമിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തോട് കൂട്ടുകൂടി നടക്കുക എന്നാണ് അർത്ഥം. ജീവിതത്തിലെ സങ്കടങ്ങളെ മാടി വിളിക്കുക എന്നാണ് അർത്ഥം. ജീവിതത്തിലെ എല്ലാവിധമായ പ്രതിസന്ധികളുടെയും കൂട്ടു നടക്കുവാൻ തക്കവണ്ണം കയ്യൊപ്പിട്ട് കൊടുക്കുന്നതാണ് ആ മൂന്നാമത്തെ തീരുമാനം. യൗസേപ്പ് പിതാവിൻ്റെ മുമ്പാകെ കാലം നിരത്തിവെച്ചതായ ഈ മൂന്ന് സാധ്യതകളുടെ മധ്യത്തിൽ യൗസേഫ് തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ വഴിയാണ്. സങ്കടത്തിൻ്റേതാണെങ്കിലും കണ്ണുനീരിൻ്റേതാണെങ്കിലും അതിലൊരു നീതി ഉണ്ടായിരുന്നു, അതിലൊരു സത്യമുണ്ടായിരുന്നു, അതിൽ ദൈവത്തിൻ്റെ കരുണയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ സങ്കടകരമായ സാധ്യതയാണെന്ന് തോന്നിയാലും നീതിയുള്ള വഴി തിരഞ്ഞെടുത്തപ്പോൾ യൗസേഫ് ചരിത്രത്തിൽ ഇടം തേടി. യൗസേഫ് അനേകർക്ക് വിളക്ക് തണ്ടായിട്ട് മാറി, അനേകരുടെ ജീവിതത്തിന് ദിശാബോധം കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ നിരത്തിവെക്കും. കാണുവാൻ ഭംഗിയുള്ളതായിരിക്കാം, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ 1-2 ദിവസങ്ങളിൽ ആനന്ദകരമായേക്കാം, ജീവിതത്തിന് അതൊക്കെ ചിലപ്പോൾ മുതൽക്കൂട്ടായേക്കാം. എന്നാൽ നീതിയില്ലാത്തതായ, നീതികേടുള്ളതായ തിരഞ്ഞെടുപ്പുകളാണെങ്കിൽ പിന്നെ നാം ഇല്ല. അപ്പോൾ വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടെ മുമ്പാകെ നിരത്തിവെക്കുന്ന സാധ്യതകളിൽ നിന്ന് ദൈവത്തിന് നിരക്കുന്നത് തിരഞ്ഞെടുക്കുവാൻ യൗസേപ്പ് പിതാവിന് ഉണ്ടായിരുന്നതുപോലെ ഹൃദയത്തിൻ്റെ തെളിച്ചമാണ്. രണ്ടാമതായിട്ട് അപ്പോസ്തലൻ പരിചയപ്പെടുത്തുന്ന പദം ഹൃദയം എന്ന് പറയുന്ന പദമാണ്. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദശാസ്ത്ര സംജ്ഞയാണ്. വേദശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് കാർഡിയ എന്ന ഗ്രീക്ക് പദം. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനെ കുറിക്കുന്ന പദമെന്ന, ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രതീകമാണ് ഹൃദയം. ഒരു മനുഷ്യൻ്റെ നിരൂപണങ്ങളും ഒരു മനുഷ്യൻ്റെ ചിന്തകളും ഒക്കെ സംഭവിക്കുന്നത് ഹൃദയത്തിലാണ് എന്നാണ് എബ്രായക്കാരുടെ ദാർശനികത. ഇത് രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവം എന്നതിലുപരിയായി ദൈവം മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നത് ഹൃദയത്തിലാണ് എന്നാണ് യഹൂദന്മാരുടെ ചിന്ത. മനുഷ്യൻ്റെ വീഴ്ചകളും മനുഷ്യൻ്റെ തോൽവികളും ഒക്കെ ഹൃദയത്തിൻ്റെ ഇടപെടലാണ് എന്നാണ് അവർ ചിന്തിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നിരൂപണങ്ങളും ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും അതിൻ്റെയൊക്കെ ഇരിപ്പിടം ഹൃദയമാണ്. ഒരു മനുഷ്യൻ ദൈവവുമായിട്ട് സംസാരിക്കുന്നത് ഹൃദയമാണ്. ശരീരമാകുന്ന ദേവാലയത്തിൽ ഹൃദയമാകുന്ന ബലിപീഠത്തിന്മേൽ വെക്കുന്ന കാഴ്ചവസ്തുവാണ് പ്രാർത്ഥന എന്നാണ് സുറിയാനി പിതാക്കന്മാരുടെ ചിന്ത. ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ ഹൃദയമാകുന്ന ബലിപീഠത്തിന്മേൽ വെക്കുന്ന കാഴ്ചവസ്തുവാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നിന്നുള്ള പരിമളത്തിലാണ് ദൈവം തമ്പുരാൻ പ്രീതിപ്പെടുന്നത് എന്ന് സുറിയാനിക്കാരുടെ ചിന്താഗതി. അങ്ങനെ ഹൃദയമെന്ന് പറയുന്ന പദം മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു അവയവമല്ല, മറിച്ച് ഒരു മനുഷ്യൻ ദൈവവുമായി കണ്ടുമുട്ടുന്ന ഇടമാണ്. ഒരുവൻ്റെ നിരൂപണങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ കുറിക്കുന്നതാണ് ഹൃദയം. ചുരുക്കി പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രതീകമാണ് വേദശാസ്ത്രത്തിൽ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഹൃദയം എന്ന് പറയുന്ന പദം. ഇരുണ്ടു പോകുക എന്ന് പറയുന്ന പദം നമ്മളെല്ലാവരെയും ഭാരപ്പെടുത്തേണ്ടതായ ഒരു ചിന്തയാണ്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്നതും എല്ലാ മനുഷ്യനും ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുമായ ഒരു സംഗതിയാണ്. ഇരുണ്ടു പോവുക എന്ന് പറഞ്ഞാൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുക എന്നർത്ഥം. പിന്നീട് മനുഷ്യന് തുടർന്ന് ജീവിക്കാൻ സാധിക്കത്തില്ല. ജീവിതത്തിൽ സമ്പത്തില്ലെങ്കിലും മനുഷ്യന് ജീവിക്കാം, നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങളുടെ ചുറ്റും വിളിച്ചു ചോദിക്കുവാൻ ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയാൽ
ഒരു നിമിഷം പോലും നിങ്ങൾക്ക് തുടർന്ന് ജീവിക്കാൻ സാധിക്കത്തില്ല. അസ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ പ്രത്യാശ, ദൈവത്തിലുള്ള ശരണം സ്വയം ഛേദിച്ചു കളയുമ്പോൾ. ദൈവത്തിലുള്ള പ്രത്യാശ എന്നാണോ മനുഷ്യൻ ഛേദിച്ചു കളയുന്നത്, അന്ന് അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ഉപവാസത്തെക്കുറിച്ചൊക്കെ പിതാക്കന്മാർ പറയുന്നത്, നീ നിൻ്റെ ഹൃദയത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുക എന്ന. ദൈവവുമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ബന്ധിപ്പിക്കുകയും ദൈവകരുണയിൽ അവൻ്റെ ജീവിതമാകുന്ന കപ്പൽ നങ്കൂരമിടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉപവാസം എന്ന് പറയുന്നത്. ദൈവവുമായി ഒരു മനുഷ്യനെ ബന്ധിപ്പിച്ചു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ആകുലതകളൊക്കെ ഇല്ലാതെയായി പോവുകയാണ്. ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാത്ത മനുഷ്യരുടെ എണ്ണം കൂടുകയാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? ജീവിതം ഇരുണ്ടുപോയി. ഷിംഷോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം പരിചയപ്പെടുന്ന മനുഷ്യനാണ്. ന്യായാധിപൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സെക്കുലർ വേൾഡിൽ ജഡ്ജസ് എന്ന് പറയുന്ന പദമല്ല. എബ്രായ ദാർശനികത അനുസരിച്ച് ദൈവത്തിൻ്റെ കരുണ ദൈവജനത്തിൻ്റെ ഇടയിൽ വിളംബരം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത മനുഷ്യരാണ് ന്യായാധിപന്മാർ. ശിംശോൻ ശക്തിമാനായ മനുഷ്യനായിരുന്നു. അവന് ബലവും തേജസ്സും ഒക്കെ ഉണ്ടായിരുന്നു. തൻ്റെ നേരെ പാഞ്ഞു വന്നതായ ഒരു സിംഹക്കുട്ടിയെ വെറും കൈകൊണ്ട് കീറിക്കളഞ്ഞ മനുഷ്യനായിരുന്നു. ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് അനേകം പേരെ കൊന്ന മനുഷ്യനായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ബലത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ പര്യായമായിരുന്നു ശിംശോൻ. സൂര്യൻ എന്നാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം. സൂര്യനെ പോലെ ഉദിച്ചു വന്നു, ഉദയസൂര്യനെ പോലെ ഉദിച്ചുയർന്ന മനുഷ്യനായിരുന്നു. ദൈവജനം പ്രത്യാശിച്ചു, ഇവൻ ഞങ്ങളെ ഫെലിസ്ത്യരുടെ അടിമയിൽ നിന്ന് മോചിപ്പിക്കും എന്ന്. അങ്ങനെ ഒരുപാട് പ്രത്യാശയോട്, ഒരുപാട് ആശയോട് ദൈവജനം ഉറ്റുനോക്കിയ മനുഷ്യനായിരുന്നു ശിംശോൻ. ശിംശോനെ ഒരിക്കൽ ഒരു കാരാഗൃഹത്തിൽ വെച്ച് അടയ്ക്കുന്നുണ്ട്. തന്നെ അടച്ചിട്ടതായ കാരാഗൃഹത്തിൻ്റെ വാതിൽ ചുഴിക്കുറ്റിയോടുകൂടെ പിഴുതെടുത്ത് ഹെബ്രോനെതിരെയുള്ള മലയിൽ കൊണ്ടുവച്ചവനാണ് ശിംശോൻ. എൻ്റെ ബലിഷ്ഠമായ തോളിന്മേൽ ഒരു കാരാഗൃഹത്തിൻ്റെ വളരെ ഗംഭീരമായ ഒരു വാതിൽ പൊക്കിയെടുത്ത് തോളത്ത് വെച്ച് ഹെബ്രോനെതിരെയുള്ള മല വരെ നടന്നുപോയ മല്ലൻ്റെ പേരായിരുന്നു ശിംശോൻ. ശിംശോനെ ദേഹം മുഴുവനും കയറുകളാൽ ബന്ധിച്ചു. എന്നിട്ട് പറയുന്നു, ഫെലിസ്ത്യർ വരുന്നു എന്ന് പറയുമ്പോൾ ശിംശോൻ എഴുന്നേൽക്കുന്നു. അപ്പോൾ അവൻ്റെ ദേഹത്ത് തീ കൊണ്ട് തൊട്ട വയൽക്കോൽ പോലെ അവനെ ബന്ധിച്ചതായ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞുപോയി. ലോകത്തിലൊന്നിനും ബന്ധിക്കുവാൻ സാധ്യമല്ലാത്തവനായിരുന്നു ശിംശോൻ. നാസീർ വ്രതക്കാരൻ. അവൻ്റെ തലയിൽ മുടി അനസ്യൂതം വളരുമായിരുന്നു. എന്നുവെച്ചാൽ കത്രിക കൊണ്ട് മുറിക്കാത്തതായ ശിംശോൻ്റെ തലമുടി അവൻ്റെ ദൈവ സംസർഗത്തെയാണ് കുറിച്ചിരുന്നത്. അത് അനസ്യൂതം, മുറിഞ്ഞു പോകാത്ത ദൈവവുമായുള്ള ബന്ധം. പക്ഷേ ഒരു വലിയ മരം പോലെ ശിംശോൻ നിന്നുവെങ്കിലും ഉള്ളു മുഴുവൻ പൊള്ളയായിരുന്നു. കാമ്പില്ലാത്ത മനുഷ്യനായിരുന്നു, കാതലില്ലാത്ത മനുഷ്യനായിരുന്നു. അതുകൊണ്ട് വടവൃക്ഷം പോലെ നിന്നുവെങ്കിലും ചെറിയൊരു കാറ്റടിച്ചപ്പോൾ ശിംശോനാകുന്ന മരം വീണുപോയി. ശിംശോൻ്റെ ജീവിതത്തിൽ ഒരു അക്കില്ലസ് ഹീൽ ഉണ്ടായിരുന്നു. അക്കില്ലസ് ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവന സാഹിത്യത്തിലെ ഒരു പ്രയോഗമാണ്. അക്കില്ലസിനെ ജനിച്ച സമയത്ത് ഒരു നദിയിലെ വെള്ളത്തിൽ മുക്കിയെടുത്തു. അവൻ്റെ കാലിൽ പിടിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ മുക്കിയത്. അതുകൊണ്ട് ഈ വെള്ളത്തിൽ മുങ്ങിയ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുവാൻ സാധ്യമല്ലായിരുന്നു. വളരെ ശക്തനും വില്ലാളി വീരനുമായ മനുഷ്യൻ. പക്ഷെ അയാൾക്കൊരു കുറവുണ്ടായിരുന്നു. അവൻ്റെ കാൽപാദത്തിൽ പിടിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ മുക്കിയത്. അവൻ്റെ കാൽപാദം വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല. അങ്ങനെ കാൽപാദത്തിൽ അസ്ത്രമെയ്തോ വാളുകൊണ്ട് വെട്ടിയോ ആണ് ഈ മനുഷ്യനെ കൊലപ്പെടുത്തുന്നത്. ശക്തരായ മനുഷ്യർക്കും ഒരു അക്കില്ലസ് ഹീലുണ്ട്. ശക്തരായ മനുഷ്യർക്കും ചില ദൗർബല്യങ്ങളുണ്ട്. എനിക്കും നിങ്ങൾക്കും ദൗർബല്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ലോകം കടന്നു വരുന്നതിനുള്ള വാതിലുകളുണ്ട്. ശിംശോൻ്റെ ജീവിതത്തിലേക്ക്
ലോകവും ജഡവും സാത്താനും കടന്നു കയറിയത് അവൻ്റെ ജീവിതത്തിലെ ആസക്തികളിലൂടെയാണ്. നമ്മളേറെ ഭാരപ്പെടുത്തണം. പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഭാരപ്പെടുത്തണം. ഈ വിടവുകളിലൂടെ ലോകമുള്ളിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ജീവിതം ഇരുണ്ടു പോകും. നാം നമ്മുടെ അസ്തിത്വത്തെ തന്നെ പണയം വെക്കും. നാം ഒന്നുമല്ലാതെയായിത്തീരും. കാരം നഷ്ടപ്പെട്ടു പോയ ഉപ്പ് പോലെ പുറത്തേക്ക് എറിയുകയും മനുഷ്യർ നമ്മെ ചവിട്ടിക്കളയുകയും ചെയ്യും. ജീവിതത്തിൻ്റെ മൂല്യം വരുത്തുന്നതായ ജീവിതത്തിൻ്റെ കാമ്പുള്ളവയെ നഷ്ടപ്പെടുത്തി കളയരുത്. ജീവിതത്തിലെ ശ്രേഷ്ഠമായ സംഗതികളെ വെച്ച് ചൂതാട്ടം നടത്തരുത്. സത്യത്തെ പണയം വെക്കരുത്. സത്യത്തെയും നീതിയെയും പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തെ വെച്ചാണ് ചൂതാട്ടം കളിച്ചത്. അങ്ങനെ ആ ചൂതാട്ടത്തിൽ അയാൾ അമ്പേ പരാജയപ്പെട്ടുപോയി. ശിംശോൻ ഫെലിസ്ത്യരുടെ മുമ്പാകെ ശരീരം മുഴുവനും കെട്ടപ്പെട്ടവനായി അവനെ വലിച്ചുകൊണ്ട് ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശിംശോനെ കെട്ടുന്നു. അവിടെ ധാന്യത്തിൻ്റെ പൊടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനായിട്ടാണ് ശിംശോനെ പിന്നീട് നാം കാണുന്നത്. അവൻ്റെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു. നോക്കൂ, പണ്ട് അവനെ ഇട്ടിരുന്ന കാരാഗൃഹത്തിൻ്റെ വാതിൽ ചുഴിക്കുറ്റിയോടുകൂടെ പിഴുതെടുത്ത് ഹെബ്രോനെതിരെ നടന്നുപോയ മല്ലനാണ് ഇന്ന് കൈകാലുകൾ കെട്ടപ്പെട്ടവനായി, ധാന്യം പൊടിക്കുന്നവനായി, കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കപ്പെട്ടവനായി, ഒരു പുഴുവിനെ പോലെ എഴഞ്ഞു നടക്കുന്നത്. എന്താണ് അവന് സംഭവിച്ചു പോയത്? എന്താണ് ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇരുണ്ടു പോകുവാൻ കാരണമായി തീർന്നത്? അതിന് കാരണം തെരഞ്ഞെടുപ്പുകളുടെ പാളിച്ചയാണ്. ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ പാളിച്ചയാണ്. പ്രയോറിറ്റികൾ സ്ഥാനം തെറ്റിപ്പോയതാണ്. ജീവിതത്തിലെ മുൻഗണനകൾ സ്ഥാനം തെറ്റിപ്പോയതാണ് ആ മനുഷ്യൻ ഇരുണ്ടു പോകുവാൻ കാരണമായി തീർന്നത്. ജീവിതത്തിൻ്റെ മുൻഗണനകൾ, പ്രയോറിറ്റി എന്നാണോ സ്ഥാനം തെറ്റുന്നത്, അന്ന് സ്വസ്ഥത നഷ്ടപ്പെടും. ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യൻ സ്വസ്ഥത നഷ്ടപ്പെട്ടവനായി പുഴുവിനെ പോലെ എഴയുന്നത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പെടയണം. എല്ലാ മനുഷ്യരുടെയും മുമ്പിലുള്ള ഒരു വഴിയാണ്, എല്ലാ മനുഷ്യരുടെയും മുന്നിലുള്ളതായ ഒരു അവസ്ഥയാണ് മനുഷ്യൻ പെട്ടുപോകുന്ന അവസ്ഥ. തിരിഞ്ഞു നടക്കുവാൻ നോക്കുമ്പോൾ പുറകിലെ വഴി അടഞ്ഞുപോയി എന്ന് തിരിച്ചറിയുന്ന, നടുക്കത്തോടെ തിരിച്ചറിയുന്ന അവസ്ഥയാണ്. തിരിഞ്ഞു നടക്കാനും പറ്റുന്നില്ല, മുന്നോട്ട് പോകാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. MDMA കാലത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോയി കഴിഞ്ഞ് തിരിച്ചറിയുന്നു, മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, തിരിച്ചിറങ്ങാനും പറ്റുന്നില്ല. ഓരോ മനുഷ്യ ജീവിതത്തിലും ഇങ്ങനെ പെട്ടുപോകരുത്. അത് എന്നെയും നിങ്ങളെയും ഭാരപ്പെടുത്തണം. ലോകം മുഴുവനും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവനും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ നിങ്ങളാക്കി തീർക്കുന്നത് ഒരിക്കലും പണയം വെക്കരുത്. നിങ്ങളെ നിങ്ങളാക്കി തീർക്കുന്നത് ചൂതാട്ടത്തിന് ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പെട്ടുപോകും. നിങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ പറ്റില്ല. ശിംശോനെ പോലെ പിന്നെ അവിടെയൊക്കെ ഒടുങ്ങിപ്പോവുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. തിരുവചനത്തിൻ്റെ താളുകളിലൊക്കെ നമ്മൾ കണ്ടെത്തുന്ന മനുഷ്യർ വളരെ നിരാശരായി, നിസ്സഹായരായി, ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ പട്ടുപോയതിൻ്റെ കാരണം അവരുടെ തെരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയതുകൊണ്ടാണ്. യൂദ ഒരു മുഴം കയറിൽ തൻ്റെ ആയുസ് ഒടുക്കിയതിൻ്റെ കാരണം എന്താ? തൻ്റെ പ്രയോറിറ്റീസ് മാറിപ്പോയി, മുൻഗണനകൾ തെറ്റിപ്പോയി. തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കൊണ്ടു നടക്കേണ്ട അപ്പോസ്തോലിക സ്ഥാനത്തെയാണ് ആ മനുഷ്യൻ പണയം വെച്ചത്. മശിഹായുടെ കൂടെ ചേർന്ന് നടന്ന 12 പേരിൽ ഒരുവൻ യൂദയാണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കൂടെ 24 പേരുണ്ടെങ്കിൽ അതിൽ 2 പേർ യൂദയാകേ തരമുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അത് ഞാനും നിങ്ങളും. യൂദ എന്ന് പറയുന്ന മനുഷ്യൻ
കുടല് മുഴുവനും തെറിച്ച് രക്തനിലത്ത് വീണുകിടക്കുവാൻ കാരണമായി തീർന്നത് അവൻ്റെ തെരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയതുകൊണ്ടാണ്. മനുഷ്യ ജീവിതത്തെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഭാരപ്പെടുത്തണം. നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മെ മുറുകെ പറ്റുന്നതായ നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സംഗതികളെ ദൂരേക്ക് എറിഞ്ഞു കളയണം. ശുഭക്കോനോ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, നോമ്പ് തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ശുഭക്കോനോ എന്ന് പറയുന്ന സുറിയാനി പദത്തിന് ഷ്ബാഹ് എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. ഇട്ടിട്ട് പോവുക എന്നും മറന്നു പോവുക എന്നും ഉപേക്ഷിക്കുക എന്നും അനുവദിക്കുക എന്നും അനുരഞ്ജനപ്പെടുക എന്നും ഒക്കെ അർത്ഥമുള്ള പദമാണ്. അങ്ങനെയെങ്കിൽ നോമ്പ് തുടങ്ങുമ്പോൾ മനുഷ്യൻ നിനക്ക് ഏൽപ്പിച്ച പരിക്കുകളെ നീ മറന്നു പോകണം. മനുഷ്യർ നിന്നോട് ചെയ്തതായ സങ്കടകരമായ കാര്യങ്ങളെ മറക്കണം. ജീവിതത്തിൻ്റെ പരിഭവങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കും. ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, നമ്മുടെ നിയോഗവുമായി ബന്ധമില്ലാത്ത സംഗതികളെ പുറകിലേക്ക് എറിഞ്ഞു കളയണം. ജീവിതത്തിൽ ചീഞ്ഞു നാറുന്ന ഭാണ്ഡങ്ങൾ ചുമന്നുകൊണ്ട് ആരും നടക്കരുത്. ഹേതൃത്വം എന്ന് പറയുന്നൊരു പദമുണ്ട്. ഫത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിച്ചു എന്നർത്ഥം. മനുഷ്യൻ്റെ ഉല്ലാസങ്ങൾ അവസാനിച്ചു. ഒരു ദിവസം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നേരം വെളുക്കും പോലെ അവസാനിക്കുന്നത് വരെ യാതൊരു കാര്യവുമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിച്ച് തള്ളുന്നത്. മനുഷ്യൻ്റെ ഓരോ വാക്കിനും അവൻ വിധിക്കപ്പെടും. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് സംസാരിക്കണം. നമ്മൾ എവിടെ നിന്നാണ് പറയുന്നതെന്നും ആരോടാണ് പറയുന്നതെന്നും ബോധ്യമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണോ എറിയുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾ എന്താണോ എറിയുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അതാണ് സത്യം. ചലന നിയമമൊക്കെ പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മൂന്നാം ചലന നിയമമൊക്കെ ഇതിൽ ഒരു ഭാഷ്യമാണ്. നന്മ എറിഞ്ഞാൽ ആ നന്മ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഈർഷ്യ എറിഞ്ഞാൽ ഈർഷ്യ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. സങ്കടവും കണ്ണുനീരുമാണ് നമ്മൾ വിതയ്ക്കുന്നതെങ്കിൽ നമ്മളും കൊയ്യും, നമുക്ക് ശേഷം വരുന്നവരും കൊയ്തെടുക്കും. അത് കാലത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ട് ശുഭക്കോനോയും ഭേതൃത്വയും ഒക്കെ ഓർപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഉല്ലാസങ്ങൾ അവസാനിച്ചുവെന്ന. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് മനുഷ്യൻ ജീവിക്കണം. കുറച്ചുകൂടി കൃത്യമായിട്ട് മനുഷ്യൻ സംസാരിക്കണം. വളരെ വ്യക്തമായിട്ട് നടപ്പുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. ഏത് കാലത്തിലാണ് നമ്മളിതൊക്കെ പറയുന്നത്? ആത്മീയതയെന്ന് പറയുന്നതും വിശുദ്ധി എന്നൊക്കെ പറയുന്നതും ഒരു കോമാളിത്തരമായിട്ട് സങ്കല്പിക്കുന്നവരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പള്ളിയിൽ പോകുക എന്ന് പറയുന്നതും നോമ്പ് നോക്കുക എന്ന് പറയുന്നതും ഔട്ട്ഡേറ്റഡായി കാലത്തിന് ചേർന്നതല്ല എന്ന് പറയുന്നവരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് വിവാഹ ആലോചന മുറുകിക്കഴിഞ്ഞ് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, പള്ളിയിലൊക്കെ ഞായറാഴ്ച, ഞാനെല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും. പിന്നീട് ആ വീട്ടുകാർ വിളിച്ചിട്ടില്ല. അങ്ങനെ 3-4 വീട്ടുകാർ എല്ലാം പ്രൊഫഷനൊക്കെ ഓക്കെ, പക്ഷെ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഞായറാഴ്ച പള്ളിയിൽ പോകുമെന്ന്. ഇന്നലെ നടന്ന കാര്യമാണ് ഞാൻ പറയും. പിന്നെ ആ പെങ്കൊച്ച് വീട്ടുകാരോട് പറഞ്ഞു, നമുക്ക് ഈ കോള് വേണ്ട. ആ കാലത്താണ് ജീവിക്കുന്നത്. നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നവർ കോമാളികളായിട്ട് വിലയിരുത്തപ്പെടുന്ന കാലമാണ്. നിങ്ങൾ ഈ 10-15 വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയ സിനിമ കണ്ടിട്ടുണ്ടോ? അതിലൊക്കെ ഏറ്റവും അപഹാസ്യരായ മനുഷ്യരാണ് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ. അതിലേറ്റവും വികലമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതാണ് പല ക്രൈസ്തവ ഭവനങ്ങളും. എന്തുകൊണ്ടാണ് ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആർക്കാണ് ഇതിനൊക്കെ ഇത്ര താല്പര്യം, ഇങ്ങനെ വികലമായിട്ട് ചിത്രീകരിക്കപ്പെടണമെന്ന്? വളരെ സൂക്ഷ്മതയുണ്ടാകണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞേക്കുന്നത്. പക്ഷെ അതേസമയം പ്രാവിനെ പോലെ നിങ്ങൾക്ക് നിഷ്കളങ്കതയുണ്ടാകണം. പാമ്പിനൊരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ വയലിൽ വരമ്പത്ത് കിടക്കുമ്പോൾ ദൂരെ നിന്ന് ഒച്ച കേട്ട് ഒച്ച തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പിൻവാങ്ങും.
വരുന്നവനെ കൂടെ കടിച്ചിട്ട് ഇന്നത്തെ ഡ്യൂട്ടി മതിയാക്കാമെന്നല്ല പാമ്പ് വിചാരിക്കുന്നത്. അതിനറിയാം അപകടമാണ് അടുത്ത് വരുന്നതെന്ന്. അത് പെട്ടെന്ന് തലവലിക്കും. നിങ്ങൾ പാമ്പിനെ കൊല്ലാൻ ശ്രമിച്ചാൽ എൻ്റെ വാലിനടി കിട്ടിയാലും തലയ്ക്കടി കിട്ടാൻ അത് സമ്മതിക്കത്തില്ല. തലയ്ക്കടി കിട്ടിയാൽ പിന്നെ അത് ചത്തവിടെ വീഴുക എന്നുള്ളതേ ഉള്ളൂ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന് നാശം വരുത്തുന്ന സമൂലം മുടിഞ്ഞു പോകുന്ന ഇടത്തു നിന്ന് ഓടിപ്പോകുവാനുള്ള വിവേകമുണ്ടാകണമെന്നാണ്. ഈ കാലത്ത് അങ്ങനെയാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന കാലം. അങ്ങനെയാണ്. നീതിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും പറയുന്നവർ ഔട്ട്ഡേറ്റഡാന്ന് പറയുന്ന കാലമാണ്. എവിടേക്കാണ് പോകുന്നത്? പണ്ട് വീടിന് പുറത്തുള്ളവരെ പേടിച്ചാൽ മതിയായിരുന്നു. വീടിനകത്തുള്ളവരെയാണ് പേടിക്കേണ്ടത്. ഒറ്റ ചുറ്റിക മതി 8 പേരെ തീർക്കാൻ. ഇന്ന് പിടിച്ചെടുക്കുന്ന കിലോ കണക്കിന് മയക്കുമരുന്നുകൾ എവിടെയാണ് ഇവർ ചെലവഴിക്കുന്നത്? എവിടേക്കാണ് ഇതൊക്കെ പോകുന്നത്? കണ്ടെത്താവുന്നതിൻ്റെ അപ്പുറത്തെ ഒരു കണക്കുകളൊക്കെ ഉണ്ടല്ലോ. ആ കാലത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ വിവേകപൂർണമായി തീരണം. തെരഞ്ഞെടുപ്പുകൾ പാളിപ്പോയാൽ, ഇന്നത്തെ ഭൂമികയിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പാളിപ്പോയാൽ നാളെ നിങ്ങൾ ഇല്ല. ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിലെ ഒരു പാളിച്ച മതി ജീവിതത്തെ ഇരുളിലേക്ക് തള്ളി വീഴ്ത്തുവാനായിട്ട്. തമ്പുരാൻ അനുവദിക്കുന്ന ചില അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നീതിയോട് ചേർന്നാണോ നിൽക്കുന്നത്, തിന്മയോട് ചേർന്നാണോ നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. തിന്മയോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ, ആദം എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യരാശിയെ മുഴുവൻ കുറിക്കുന്ന പദമാണ്. ആ മനുഷ്യൻ തിന്മയോട് ചേർന്ന് നിന്നപ്പോൾ അവൻ ഇരുളായിപ്പോയി. ആദമേ നീ എവിടെയെന്ന് വിളിക്കുമ്പോൾ ഭയപ്പെട്ട് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആദം ഒളിച്ചിരിക്കുന്നു. ദൈവസ്വരം കേട്ടാൽ പേടിയുണ്ടാകുന്നു. ഭയവും പരിഭ്രമവും വിറയലും ആദമിനെ മൂടിക്കളഞ്ഞു. മനുഷ്യരാശിയെ പരിഭ്രമം മൂടിക്കളഞ്ഞു. ഭയപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ ദൈവസാന്നിധ്യബോധം നഷ്ടപ്പെടുമ്പോഴാണ്. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏകരാണോ? എന്തിനാണ് ഈ പേടിക്കുന്നത്? നിങ്ങൾക്ക് രോഗമാണോ? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. പക്ഷെ അവനെ കണ്ണിമുമ്പിൽ നിർത്തണമെന്നേ ഉള്ളൂ. അപ്പോസ്തലന്മാർ മാളികയുടെ മുറിയിൽ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്. യഹൂദന്മാരെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന അപ്പോസ്തലന്മാർ. പക്ഷെ ക്രിസ്തു അവരുടെ മുന്നിൽ വന്നിട്ട് ആണിപ്പാടുള്ള കരം നീട്ടിയിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ആ നിമിഷം മുതൽ അപ്പോസ്തലന്മാർ ശക്തരും ധീരരുമായി തീർന്നു. പിന്നെ ഭൂമിയിലുള്ള ഒന്നിനെയും അവർ ഭയപ്പെട്ടില്ല. അങ്ങ് റോമാ സാമ്രാജ്യത്തിൻ്റെ അതിരിൽ ചക്രവർത്തിയുടെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് വിളിച്ചു പറയുന്നു. പൗലോസ് അപ്പോസ്തലനെ തലവെട്ടുന്നതിന് മുമ്പ് ഇട്ട ജയിലുണ്ട്. റോമിലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു മനുഷ്യന് നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. കുനിഞ്ഞൻ നട്ടെല്ല് വളച്ചേ അതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യന് നട്ടെല്ല് വളച്ച് എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റുമെന്നറിയോ? നട്ടെല്ല് വനച്ച് ഒരു അരമണിക്കൂർ പോലും നിൽക്കാൻ പറ്റില്ല. ആ നട്ടെല്ല് വളച്ചാണ് ആ മനുഷ്യൻ അതിനകത്ത് ഇരുന്ന് പാട്ട് പാടിയത്. പിന്നീട് തലവെട്ടി എറിയുമ്പോഴും പൗലോസ് അപ്പോസ്തലന് പ്രത്യാശിക്കുവാനുണ്ടായിരുന്നു. ജനനം മുതൽ ക്രൈസ്തവരായവരാ. കുഞ്ഞുനാളി മാമോദിസ തൊട്ടിക്കകത്ത് മാമോദിസ വെള്ളം പൂശിയവരാ. എവിടെയാണ് ക്രിസ്താനുഭവം? രോഗത്തെ ഭയപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ ഏകാന്തതയെ ഭയപ്പെടുന്നുവെങ്കിൽ, നാളെയെക്കുറിച്ച് നിങ്ങൾക്ക് ആകുലതയുണ്ടെങ്കിൽ, നിങ്ങൾ ആരുടെ കൂടെയാണ് നടക്കുന്നത്? അപ്പോസ്തലന്മാർ ക്രിസ്തുവിനോട് കൂടെയാണ് നടന്നത്. അതുകൊണ്ടാണ് താൻ സഞ്ചരിച്ച ദുർഘടമായ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും വളരെ ആനന്ദത്തോടുകൂടെ പൗലോസ് യാത്ര ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ നാളെ തലവെട്ടും എന്ന് ഉറപ്പുണ്ടായിട്ടും അവിടെ കിടന്ന് പാട്ടുപാടുവാൻ സാധിച്ചത് അതുകൊണ്ടാണ്. ജീവിതം ഇരുണ്ടു പോവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുക എന്ന്, ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുക എന്നർത്ഥം. ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ യൂദാ ദൈവജനത്തെ ഓർപ്പിക്കുന്നുണ്ട്,
ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുവിൻ. ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാതെ, ഹൃദയം ഇരുണ്ടു പോകാതെ, തെരഞ്ഞെടുപ്പുകൾ വിവേകപൂർണമായി തീരണമെങ്കിൽ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കണം. ആരാണ് ദൈവസ്നേഹി? ദൈവസ്നേഹി എന്ന് പറയുന്നത് ദൈവകൽപ്പനകളെ അനുഷ്ഠിക്കുന്നവനാണ് ദൈവസ്നേഹി. എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ക്രിസ്തുവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് മല ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ കൽപ്പനയോട് ബന്ധമില്ല എങ്കിൽ നമ്മൾ ദൈവസ്നേഹികളായി മാറുന്നില്ല. അപ്പോസ്തലന്മാർ ഈ ദൈവസ്നേഹത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചവരാ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ഓർപ്പിച്ചതായ പ്രബോധനം നമ്മെയും സ്വാധീനിക്കണം. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കണം. നിസിബിനിലെ മൊറേലിയാവ് എന്ന് പറയുന്ന സന്യാസ പിതാവുണ്ട്. അറബി ഭാഷയിൽ എഴുതിയ ഒരു പിതാവാണ്. 11-ാം നൂറ്റാണ്ടിനടുത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ആകുലതകളെ ഒഴിവാക്കുക. അറബി ഭാഷയിൽ എഴുതിയ പുസ്തകമാണ്. ആകുലതകളെ ഒഴിവാക്കുക എന്ന പുസ്തകം തത്വശാസ്ത്രപരമായി ആകുലതകളോട്, മനുഷ്യൻ്റെ വിഷാദത്തോട് ഒക്കെ പ്രതികരിക്കുന്നൊരു പുസ്തകമാണ്. ഫിലോസോഫിക്കൽ, തത്വശാസ്ത്രപരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നൊരു പുസ്തകമാണ്. ആ പുസ്തകം വളരെ തത്വശാസ്ത്രം ഒക്കെ പറഞ്ഞിട്ട് അവസാനം അത് എത്തിച്ചേരുന്നത് സ്പിരിച്വാലിറ്റിയില്ല, ആത്മീകതയില്ല. മനുഷ്യൻ്റെ ബോധവും മനുഷ്യൻ്റെ റാഷണാലിറ്റിയും ബൗദ്ധികതയും ഒക്കെ അവനെ എത്തിക്കേണ്ടത് സ്പിരിച്വൽ ആത്മീക തലത്തിലേക്കാണ്. ആത്മീക തലത്തിലേക്ക് അന്വേഷണങ്ങൾ എത്തുന്നില്ലെങ്കിൽ അതുകൊണ്ട് അവരവർക്കും പ്രയോജനപ്പെടത്തില്ല, ആർക്കും പ്രയോജനപ്പെടത്തില്ല. ഈ പുസ്തകത്തിൽ അവസാന ഭാഗത്ത് അദ്ദേഹം ചോദിക്കുന്നു, ഒരു സന്യാസിയോട് ചോദിക്കുകയാണ്. വയോവൃദ്ധനായ ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നു, എങ്ങനെയാണ് അങ്ങ് ഈ ജീവിതത്തെ ഇത്ര അനുഗ്രഹമാക്കി തീർത്തത്? വയോവൃദ്ധനായൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നുള്ള വേർപാട് അടുത്തിരിക്കുമ്പോൾ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർത്തത്? അതിന് 4 മറുപടികൾ ഈ സന്യാസി കൊടുക്കുന്നുണ്ട്. ആ 4 മറുപടികൾ പറഞ്ഞിട്ട് ഈ പുസ്തകം അവസാനിപ്പിക്കുക. പുസ്തകം ഞാൻ മുമ്പേ പറഞ്ഞു അറബി ഭാഷയിൽ എഴുതിയതാണ്, പക്ഷെ അതിന് ഫ്രഞ്ച് ഭാഷയിൽ ഒരു തർജ്ജമയുണ്ട്. അപ്പോൾ ആ പുസ്തകം പരിചയപ്പെടുത്തുന്ന 4 ബോധ്യങ്ങളാണ്. 1-ാമത്തെ ബോധ്യമാണ്, ഈ സന്യാസി പറയുകയാണ്, എനിക്ക് ഒരു ഉടയവനുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്നെ അറിയുന്നു, ഞാൻ അവനെ അറിയുന്നു. ഞാൻ അവനോട് വിശ്വസ്തനാണ്, അവൻ എന്നോട് വിശ്വസ്തനാണ്. ദൈവത്തെ നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷെ ദൈവം നമ്മെ അറിയുന്നുണ്ടോ? ക്രിസ്തു സുവിശേഷങ്ങളിലൂടെ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നിട്ട് അവർ പറയുകയാണ്, അല്ലയോ കർത്താവേ, ഞങ്ങൾ തെരുക്കോണിൽ പ്രസംഗിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ദരിദ്രനിൽ നിങ്ങൾ എന്നെ കണ്ടില്ലല്ലോ, തടവിൽ കിടന്നവൻ നിങ്ങൾ എൻ്റെ മുഖം കണ്ടില്ല, വിശന്നിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് അപ്പം തന്നില്ല, ദാഹിച്ചിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് കുടിവെള്ളം തന്നില്ല, പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് അറിയുന്നത്? ക്രിസ്ത്യാനി എഴുതേണ്ട ചോദ്യപേപ്പർ നേരത്തെ ലീക്കായിട്ടുണ്ട്. ആ ചോദ്യപേപ്പർ ഇതാണ്, കരുണയുടെ പ്രവൃത്തി. ഈ കരുണയുടെ പ്രവൃത്തികൾ പൂരിപ്പിക്കുന്ന മനുഷ്യന് മാത്രമേ ദൈവസന്നിധിയിൽ നിൽക്കുവാനും ഞാൻ നിന്നെ അറിയുന്നുവെന്ന് അവനിൽ നിന്ന് കേൾക്കുവാനും സാധിക്കത്തുള്ളൂ. ഈ സന്യാസ പിതാവ് പറയുക, എനിക്കൊരു ഉടയവനുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബോധ്യം അതായിരിക്കണം.
എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിലെ വീഴ്ചകളായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണു പോയാലും മുടിയനായ പുത്രൻ്റെ അപ്പൻ കാത്തിരിക്കുന്നത് പോലെ എൻ്റെ ദൈവം എന്നെ കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണമെന്ന് പറയുന്നത് ഈ കരുണയാണ്. കരുണയുടെ അതിരില്ലാത്ത സമുദ്രമാണ്. അവൻ്റെ ചിന്തകൾ ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇന്നും. ഇന്നവൻ്റെ ചിന്തകൾ എങ്ങനെയാണോ അതുപോലെയാണ് നാളെയും. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതുന്നത്, ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനം സംഭവിക്കുന്നില്ല, മ്യൂട്ടേഷൻ സംഭവിക്കുന്നില്ല. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, സ്മാർട്ട് ഫോണുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും പുതിയ പുതിയ വേർഷൻസ് അത് അപ്ഡേറ്റ് ചെയ്യണം. മനുഷ്യൻ ഇന്നലത്തെ ചിന്തയല്ല ഇന്ന്. ഇന്നലത്തെ അവൻ്റെ ശത്രുക്കൾ ഇന്ന് അവൻ്റെ സ്നേഹിതരാണ്. ഇന്നലത്തെ സ്നേഹിതർ ഇന്നത്തെ ശത്രുക്കളാണ്. അപ്പം സമയത്തിനനുസരിച്ചും ദിവസത്തിനനുസരിച്ചുമാണ് മനുഷ്യൻ്റെ ചിന്തകൾ മാറുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തകൾ മാറുന്നില്ല. ദൈവത്തിൻ്റെ ചിന്തകൾ അനാദിയാണ്. അതുകൊണ്ട് നിന്റെ വീഴ്ചയ്ക്ക് മുമ്പേ അവൻ നിന്നെ അറിയുന്നു. ദൈവത്തിൻ്റെ ദാസനല്ല മനുഷ്യൻ, മറിച്ച് ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളുടെ മുമ്പിൽ സ്വാതന്ത്ര്യവും നിങ്ങളുടെ മുമ്പിൽ അടിമത്വവും വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവൻ്റെ കൽപ്പനകളോട് വിശ്വസ്തരാണെങ്കിൽ നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ തിന്മയോട് ചങ്ങാത്തം കൂടുകയാണെങ്കിൽ നിങ്ങൾ അടിമത്വത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. തിരുവെഴുത്തിൻ്റെ താളുകളിൽ ഇരുണ്ടുപോയ വീണുപോയ മനുഷ്യരൊക്കെ തിരഞ്ഞെടുത്തത് തിന്മയാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കീ കൊടുത്തു വിട്ട പാവയല്ല മനുഷ്യൻ. അങ്ങനെയെങ്കിൽ നിന്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം ദൈവത്തിൽ വരും. എന്നാൽ ക്രൈസ്തവ വേദശാസ്ത്രത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ മനുഷ്യനെ ദൈവം അലങ്കരിച്ചു. ആ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവരായി തീരും. സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യരുത്. ആദമിന് പറ്റിപ്പോയ വീഴ്ചയെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗമാണ്. നിങ്ങൾക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാനും പള്ളിയിൽ പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ തല്ലിക്കൊല്ലത്തില്ല. പക്ഷെ നിങ്ങളതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമാണ് മനുഷ്യന്. സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണല്ലോ ഈ കാലത്തിൻ്റെ പ്രത്യേകത. ഈ സ്വാതന്ത്ര്യമൊക്കെ ആഘോഷിച്ച് എവിടെ ചെന്ന് നിൽക്കുന്നു? എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യം, എന്തും കേൾക്കുവാനുള്ള സ്വാതന്ത്ര്യം, എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ആദം ആ സ്വാതന്ത്ര്യങ്ങളെ ദുർവിനിയോഗം ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗമാണ് പാപമെന്ന് പറയുന്നത്. എന്നാൽ പാപം ഒരിക്കലും മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീർന്നില്ല. അഗസ്റ്റീനിയൻ ചിന്താഗതി അനുസരിച്ച് പാപം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീർന്നു. പൗരസ്ത്യ വേദശാസ്ത്രം അനുസരിച്ച് പാപം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് അവൻ എന്നാണോ ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടുന്നത് അന്നവൻ കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാ പാപിക്കും ഒരു ഭൂതകാലമുണ്ട്, എല്ലാ വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ വർത്തമാനകാലത്തെക്കുറിച്ചാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉടയവനെ തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും, നിങ്ങൾ യഥാസ്ഥാനപ്പെടും, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത തിരികെ കിട്ടും, നിങ്ങൾ നഷ്ടപ്പെടുത്തിയ സൗന്ദര്യം തിരികെ തരും. രണ്ടാമതായിട്ട് ആ സന്യാസ പിതാവ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിന് ഒരവസാനമുണ്ട് എന്ന് ഞാൻ അറിയുന്നു, അതിലേക്ക് ഞാൻ അതിവേഗം ഓടിയെടുക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും ജാഗ്രതയോടുകൂടെ ഞാൻ ചെലവഴിക്കുന്നു. ഇന്നു മുതൽ 15 ദിവസം വരെ മാത്രമേ നിങ്ങൾ ജീവിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? ഡോക്ടർ പോൾ കലാനിധി എന്ന് പറയുന്ന ഒരു ന്യൂറോ സർജൻ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൻ്റെ മലയാള തർജ്ജിമയുണ്ട്. മലയാള തർജ്ജിമ ഇങ്ങനെയാണ്, വെൻ ബ്രെത്ത് ബിക്കംസ് എയർ, അങ്ങനെയാണ് പുസ്തകത്തിൻ്റെ പേരെന്നാണ് എൻ്റെ തോന്നുന്നത്. പ്രാണൻ വായുവിൽ അലിയുമ്പോൾ, അതെ, അതാണ് അതിൻ്റെ മലയാള തർജ്ജിമ. പ്രാണൻ വായുവിൽ അലിയുമ്പോൾ എന്ന പുസ്തകം പോൾ കലാനിധി എഴുതിയതാണ്. അദ്ദേഹം ന്യൂറോ സർജനായിരുന്നു. അദ്ദേഹം ഒരു കൺസൾട്ടൻ്റായിട്ട്, ഒരു സ്വതന്ത്ര വൈദ്യനായിട്ട് തൻ്റെ സേവനം ആരംഭിക്കുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചറിയുകയാണ്, നീണ്ട 10-12 വർഷക്കാലം പഠിച്ചിട്ട് സ്വതന്ത്രമായിട്ട് ഈ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാളുടെ ശരീരത്തിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് അയാൾ തിരിച്ചറിയുന്നു.
അങ്ങനെ അനേകം പേര് രോഗം ചികിത്സിക്കുവാനായിട്ട് തിരിച്ചറിയുവാനായിട്ട് കിടന്നിരുന്ന ഒരു ടേബിളിൽ ഈ പോൾ കിടക്കുകയാണ്. ആ കിടക്കുമ്പോൾ അയാളുടെ റിപ്പോർട്ടുകളൊക്കെ അയാളുടെ ഒരു വശത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. ആ റിപ്പോർട്ടുകളെല്ലാം നോക്കിയിട്ട് അയാൾ തിരിച്ചറിയുന്നു തൻ്റെ ശ്വാസകോശത്തെ ക്യാൻസർ കാർന്ന് തിന്നുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തക വന്നിട്ട് പറയുന്നു, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കിനി 6 മാസത്തിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല. അയാൾ തിരിച്ചറിയുകയാണ്, ഒരുപാട് പേരുടെ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സ നിശ്ചയിച്ചതായ ആ ടേബിളിൽ ഞാൻ ഇന്ന് രോഗിയായിട്ട് കിടക്കുക, 6 മാസം മാത്രമേ ആയുസുള്ളൂ. അങ്ങനെ ആ മനുഷ്യൻ എഴുതി തുടങ്ങുന്ന ഒരു പുസ്തകമാണത്. ആ പുസ്തകം എഴുതി തീരുന്നതിന് മുമ്പ് അയാൾ മരിക്കുന്നു. പിന്നെ അയാളുടെ ഭാര്യ ആ പുസ്തകം പൂർത്തീകരിക്കുന്നു. ജീവിതം എങ്ങനെയൊക്കെ ആയിരുന്നാലും, എത്രയൊക്കെ ആടയാഭരണങ്ങളും നിങ്ങൾ അണിഞ്ഞാലും അതെല്ലാം അഴിച്ചു വച്ചിട്ട് നിങ്ങൾ മടങ്ങിപ്പോകണം. നിങ്ങൾ എവിടെ നിന്നാണോ എടുത്തത് ആ പൂഴിയിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങിപ്പോകും. അതുകൊണ്ട് ജീവിതത്തിനൊരു അവസാനമുണ്ട് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യരാണ് ആത്മാർത്ഥതയുള്ള മനുഷ്യർ. മരണത്തിൻ്റെ നാഴികയിൽ മാത്രമാണ് ഒരു മനുഷ്യൻ സത്യസന്ധനാകുന്നത്. മരണത്തിൻ്റെ നാഴികയിൽ നിൽക്കുന്ന മനുഷ്യന് ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മരണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യന് സത്യസന്ധനായി തീർന്നേ പറ്റുകയുള്ളൂ. കാരണം അയാൾക്ക് ഒന്നും പറഞ്ഞ് ആരെയും ബോധ്യപ്പെടുത്തണ്ട, സൽപ്പേര് സമ്പാദിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉള്ള ബോധ്യം മുന്നിൽ വെക്കുന്ന മനുഷ്യർ സത്യസന്ധരായിട്ട് ജീവിക്കുന്നത്. ഇന്ന് ദിവസം കടന്നുപോയി, സൂര്യൻ അസ്തമിച്ചു, ആയുസ്സിലെ ഒരു ദിവസം കൂടി കടന്നുപോയി. ആയുസ്സിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് സൂര്യൻ അസ്തമിച്ചത്. നാളത്തെ ദിവസം പുതിയ ദിവസമാണ്. ജീവിതത്തിൻ്റെ ബഹുഭൂരിഭാഗവും ഓടിത്തീർത്ത മനുഷ്യരാണ് നമ്മൾ. ഓർമ്മകളൊക്കെ ചെതലെടുത്ത് തുടങ്ങിയ മനുഷ്യരാണ്. പഴയതുപോലെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. മരുന്നുകളുടെ ഒരു കൂമ്പാരത്തിൽ ജീവിച്ചു പോവുകയാണ്. നിങ്ങളുടെ ബാല്യകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂ, നിങ്ങളുടെ കൗമാരത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ, നിങ്ങളുടെ യൗവനത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട, കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ കൊടുത്തിട്ട് പോകാൻ ഒന്നും കാണില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ള ബോധ്യം ഉള്ളിലുറപ്പിച്ച മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തെ ഞാൻ ജാഗ്രതയോടുകൂടെ ചെലവഴിക്കുന്നു. ഡോക്ടർ പോൾ കലാനിധി തൻ്റെ ജീവിതം ഇത്ര ദിവസങ്ങൾ കൂടിയുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ വളരെ ജാഗ്രതയിൽ തൻ്റെ ജീവിതത്തെ കഴിച്ചു കൂട്ടുകയാണ്. മൂന്നാമതായിട്ട് ഈ പിതാവ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിന് ഒരു നിയോഗമുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അതെന്നിലൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു. എല്ലാ മനുഷ്യർക്കും ഒരു നിയോഗമുണ്ട്. നിങ്ങൾ എത്തിച്ചേർന്ന ഇടങ്ങളൊന്നും യാദർച്ഛികങ്ങളല്ല, വളരെ കൃത്യമായിട്ട് നിങ്ങൾ എത്തിച്ചേർന്നതാണ്. ആ എത്തിച്ചേർന്ന ഇടങ്ങളിൽ സംഘർഷങ്ങളുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായ സംഗതികളായിരിക്കാൻ നടന്നിരിക്കുന്നത്. നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ഒന്നുമല്ലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കാം, പക്ഷെ നിങ്ങൾ നിൽക്കുന്ന ഇടം കൃത്യമാണ്. ആ നിൽക്കുന്ന ഇടത്ത് നിങ്ങൾ ഫലം കായ്ക്കണം. നേഴ്സറിയിൽ ഒരുപാട് ചെടികളിങ്ങനെ നടും. അത് നേഴ്സറിയിൽ നിന്ന് കായ്ക്കാൻ വേണ്ടിയല്ല, അതിനെ അവിടുന്ന് പറിച്ചു മാറ്റി ഏതെങ്കിലും പറമ്പിക്കൊണ്ട് നടും. അവിടെയാണത് ഫലം കായ്ക്കേണ്ടത്. അതുപോലെ നിങ്ങളെ പറിച്ചു നട്ട ഇടത്ത് ഫലം കായ്ക്കണം. ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെ മധ്യത്തിലും ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെ മധ്യത്തിലും നിന്ന മനുഷ്യരാണ് പിന്നീട് ചരിത്രത്തിൽ ഇടം തേടിയിട്ടുള്ള മനുഷ്യർ. അവരാണ് വരും തലമുറകളുടെ പാഠപുസ്തകമായി മാറുന്നത്. ഒരുപക്ഷെ മനുഷ്യർ വായിക്കുന്ന ഏക വേദപുസ്തകം എൻ്റെയും നിങ്ങളുടെയും ജീവിതമായിരിക്കാം. ആ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോട് നിങ്ങളെങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിയോഗമുണ്ട്. ആ നിയോഗങ്ങളെ തട്ടിമാറ്റരുത്. ചെറുതും വലുതുമായ
നിയോഗങ്ങളെ ഏറ്റെടുക്കുകയും അതിനെ അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കുകയും ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ ദൈവകൃപയുണ്ടാകണം. ദൈവകൃപയുള്ള മനുഷ്യന് മാത്രമേ ഇതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എല്ലാം നേടിക്കഴിഞ്ഞിട്ടും ഉപ്പുവെള്ളം കുടിച്ച ഒരു അനുഭവമുണ്ടോ? ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടും ഉപ്പുവെള്ളം കുടിച്ചതുപോലെ പിന്നെയും പിന്നെയും ദാഹിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ഒരു കുറവുണ്ടെന്ന. എല്ലാം സുന്ദരമാണെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ അതൊരു കുറവ് തന്നെയല്ലേ? അത് കുറവ് തന്നെയാണ്. ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ എല്ലാറ്റിനെയും പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ എല്ലാം അനുഗ്രഹകരമായി പൂർത്തീകരിക്കുവാനും സാധിക്കത്തുള്ളൂ. ആ ദൈവകൃപയെ തേടണം. നിങ്ങളുടെ ശക്തി കൊണ്ടോ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ നിങ്ങളുടെ സംഘബലം കൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും നേടിയതായി ചരിത്രമില്ല. നേടിയിട്ടുണ്ടെങ്കിലും അത് ശാശ്വതമായിട്ട് നിലനിന്നിട്ടുമില്ല. അപ്പോൾ ഈ ശാശ്വതം എന്ന് പറയുന്നത് സത്യവും നീതിയുമായിട്ട് ബന്ധിതമാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയേക്കാം സത്യത്തിൻ്റെ പേരിൽ, പക്ഷെ കാലം നിങ്ങളെ വിളിച്ചു നിർത്തി പറയും ആ മനുഷ്യനായിരുന്നു ശരിയെന്ന്. അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി മൗനമായിട്ടിരിക്കണം. ജീവിതത്തിൻ്റെ നിയോഗങ്ങളുണ്ട്, ആ നിയോഗങ്ങളെ ഏറ്റുവാങ്ങണം. അപ്പോസ്തലന്മാർ ഏറ്റുവാങ്ങിയ നിയോഗങ്ങളുണ്ട്, അത് മരണത്തിൻ്റെ നിയോഗങ്ങളായിരുന്നു. ഒരിക്കലും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആദ്യ പാദങ്ങളിൽ അടിമകളുടെ മതമായിരുന്നു. ആരുടെയും കഴുത്തിന് കത്തി വെച്ച് നീട്ടി അല്ല അത് വളർന്നത്. അത് വളർന്നത് ക്രിസ്തു സ്നേഹത്തിന് കൊടുത്ത വിലയിലാണ്. ക്രിസ്തു സ്നേഹത്തോടുള്ള ഒരു മനുഷ്യൻ്റെ പ്രതികരണമാണ് ക്രൈസ്തവ ജീവിതം. അപ്പോസ്തലന്മാരൊക്കെ ക്രിസ്തു സ്നേഹത്തോട് പ്രതികരിച്ചു. സഹദേന്മാർ ക്രിസ്തു സ്നേഹത്തോട് പ്രതികരിച്ചു. അവരെ വഴി നടത്തിയത് മരണക്കളത്തിലേക്കാണ്. റോമിലെ കൊളോസ്യത്തിൽ ഇഗ്നാഷ്യസ് അന്ത്യോക്യയിലെ ഇഗ്നാത്യൂസ് അല്ലെങ്കിൽ ഇഗ്നാത്യൂസ് നൂറോനോയൊക്കെ സിംഹങ്ങൾക്ക് ഇരയായി തീർന്നു. ആ മനുഷ്യനെ അങ്ങ് റോമാ വരെ നടത്തിയപ്പോൾ ആ യാത്രയിലുടനീളം എഴുതിയ ലേഖനങ്ങളാണ് സപ്തലേഖനങ്ങൾ, 7 ലേഖനങ്ങൾ. ആ 7 ലേഖനങ്ങളിലാണ് എപ്പിസ്കോപ്പസിയുടെ വേദശാസ്ത്രം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ആ അപ്പോസ്തലന്മാരുടെ നിരയിലൂടെ നടന്ന മനുഷ്യൻ ആയിരുന്നു ഇഗ്നാത്യൂസ്. പോളികർപ്പോസിനെ ദേഹം മുഴുവനും തുണി വെച്ച് ചുറ്റി പന്തം പോലെ കത്തിച്ചു. അവരൊക്കെ ദൈവസ്നേഹത്തോട് പ്രതികരിച്ചവരായിരുന്നു. ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തിയത് ക്രിസ്തു സ്നേഹമാണ്. അത് റെഡ് ക്രോസ് ആയാലും നഴ്സിങ്ങിൻ്റെ ഉത്ഭവവും വളർച്ചയും വികാസവുമാണെങ്കിലും അതൊരു ശുശ്രൂഷ മേഖലയാണെങ്കിലും അക്ഷരമറിയാത്ത മനുഷ്യരെ അക്ഷരം പഠിപ്പിക്കുവാനായിട്ട് കുറേ മനുഷ്യർ പെടാപ്പാട് പെട്ടതായാലും അങ്ങനെ ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തിയ ചരിത്രങ്ങളുടെയൊക്കെ പുറകിൽ ഈ ക്രിസ്തു സ്നേഹമുണ്ട്. അത് മദർ തെരേസയിലൂടെ ആയാലും ചരിത്രം ഇപ്പോൾ അവരെയൊക്കെ വികലമായിട്ട് പലരുടെയും മെത്തേഡുകൾ കൊണ്ട് അളക്കുമ്പോൾ അവരെ വികലമായിട്ട് ചിത്രീകരിച്ചാലും സത്യമായും കാലം വിളിച്ചു പറയും അവരായിരുന്നു സത്യമെന്നും ശരിയെന്നും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നീതിയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എങ്ങനെയൊക്കെ വികലമായിട്ട് ആരൊക്കെ കൊണ്ടൊക്കെ ചിത്രീകരിക്കപ്പെട്ടാലും കാലം വിളിച്ചു പറയും നിങ്ങളായിരുന്നു ശരിയെന്ന്. അതിൽ നിങ്ങളുടെ നിയോഗങ്ങളോടുള്ള നിങ്ങളുടെ നിലപാടുകളോടുള്ള നിങ്ങളുടെ കൃത്യതയും അതിനോടുള്ള വിശ്വസ്തതയും വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിന് ഒരു നിയോഗമുണ്ട് എന്ന് ഞാൻ അറിയും. അതെന്നിലൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു. എന്നിട്ട് അവസാനമായിട്ട് പറയുകയാണ്, എൻ്റെ ഉടയവൻ എന്നെ എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അവൻ അനിഷ്ടമായുള്ളത് ചെയ്യുവാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവം തമ്പുരാൻ നമ്മെ എപ്പോഴും കാണുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എപ്പോഴും കാണുന്നു എന്ന ബോധ്യമുള്ള മനുഷ്യന് എങ്ങനെയാണ് കോപിഷ്ഠനാകുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് തുച്ഛീകരിക്കുവാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അനീതികൾ ഉൾപ്പെടുവാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഈ 4 ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. അങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെട്ട് ഹൃദയം ഇരുണ്ടു പോകാതെ നിങ്ങളുടെ ജീവിതമാകുന്ന ഹൃദയത്തെ വിവേകത്തോടുകൂടിയുള്ള തിരഞ്ഞെടുപ്പുകളിലൂടെ അനുഗ്രഹകരമായി കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ബലഹീനനായ എന്നെയും
നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്